ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീട് തൃശ്ശൂർ നടത്തറ റൂട്ടിലാണ്. അതായത് തൃശ്ശൂർ നടത്തറ ആ സിഗ്നലിൻ്റെ അവിടെ നിന്ന് 3.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ട് ഉള്ളത്. വീടിൻ്റെ ഫ്രണ്ട് സൈഡ് നല്ല വീതി കൂടിയ ടാറിനോട് തന്നെയാണ്. രണ്ട് ഭാഗത്തും നല്ല വീതി കൂടിയ ടാറിനോട് തന്നെയാണ് ഈ പുതിയ വീടിൻ്റെ മുൻവശത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. 4,750 സെൻറ്റ് സ്ഥലത്ത്, അതായത് 4.25 സെൻറ്റ് സ്ഥലം, 1,850 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 8 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. അതുപോലെ കിഴക്കോട്ട് ദർശനമായിട്ട് വാസ്തു വിധി പ്രകാരം തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് വശത്ത് നമുക്ക് കാണാം നല്ല വീതി കൂടിയ ഗേറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2 കാറൊക്കെ ഈസിയായിട്ട്, വലിയ കാറുകൾ ഈസിയായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീടിൻ്റെ മുൻവശത്ത് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പോർച്ചിലെല്ലാം ടൈലെല്ലാം വിരിച്ചിട്ടുണ്ട്. വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണറാണ്. വടക്ക് കിഴക്ക് മൂലയിലാണ് ഇവിടെ കിണർ കൊടുത്തിരിക്കുന്നത്. പഴയൊരു കിണറാണ്, അത് പോവാതെ, അതിൻ്റെ ധാരാളം വെള്ളമുള്ള കിണറായ കാരണം അത് പോവാതെ ഇവിടെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം ധാരാളം വെള്ളം, എത്ര വലിയ വേനൽക്കാലായാലും, അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറാത്തൊരു ഏരിയയും കൂടിയാണ്. വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ കാർ പോർച്ചുമാർ ഷീറ്റെല്ലാം ചെയ്തിട്ടുണ്ട്. ഡ്രസ് വർക്ക് ഫ്രണ്ട് സൈഡിൽ ഫുള്ളായിട്ടും, ഒരു സൈഡിലല്ല ഫുൾ ലെങ്ത്തിലും ഇവിടെ ഡ്രസ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ സൈഡിലൊക്കെ ഫുള്ളായിട്ട് 2 സൈഡും അറ്റം വരെ ടൈലെല്ലാം വിരിച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡൊക്കെ മതിൽ കിട്ടാനുള്ളൂ. അങ്ങനെ ചെറിയ ചെറിയ വർക്കുകളാണ് ഇനി ഈ വീട്ടിൽ ബാക്കിയായിട്ട് വരുന്നത്. വർക്ക് ഫിനിഷിംഗ് നടക്കുന്ന ഒരു പുതിയ വീട് തന്നെയാണ്. ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്, ഒരു പുതിയ മോഡലാണ് അതിൻ്റെ എലിവേഷൻ. 2 ലെയറുള്ള വീടായ കാരണം സിറ്റ് ഔട്ടൊക്കെ ഫ്രണ്ട് സൈഡ് സ്റ്റെപ്പെല്ലാം ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഉപയോഗിച്ചിരുന്ന മരങ്ങളെല്ലാം തന്നെ തേക്ക് വുഡാണ്. ഡബിൾ പാലി ഡോറോടുകൂടി തേക്ക് വുഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പോളിഷ് എല്ലാം ചെയ്തിട്ട് നല്ല മനോഹരമാക്കിയ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കയറി വരുന്ന ലിവിങ് ഹാളാണിത്. വീതി കൂടിയ ടൈൽ തന്നെയാണ് ഈ ലിവിങ് ഹാളിലും ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അപ്പോക്സിയൊക്കെ ബാക്കിയായിട്ട് വരുന്നുണ്ട്. നല്ലൊരു വലിയൊരു ലിവിങ് ഹാൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു എൽ ഷേപ്പാണ്. ഇതിപ്പോൾ ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ വിൻഡോസുകളൊക്കെ ഈ ധാരാളം കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന ഭാഗങ്ങളും ലിവിങ് ഹാളിൽ കണ്ട ധാരാളം ഹോൾ സീലിംഗ് വർക്ക്, നല്ല LED വെച്ചിട്ടുള്ള ബൾബുകളൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഭാഗത്തും, ലിവിങ് ഹാളിൻ്റെ ഈ ഭാഗത്തും ഹോൾ സീലിംഗ് വർക്ക്, നല്ല കളർ പെയിൻറ്റിങ്ങും വാം ലൈറ്റുകളൊക്കെ ധാരാളം കൊടുത്തിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. ഫുൾ ലെങ്ത്തിലും കൊടുത്തിട്ടുണ്ട് ലിവിങ് ഹാളിൽ. അതുപോലെ മൾട്ടിവുഡിലാണ് ഇവിടെ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിലൊരു TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ആർച്ച് കണ്ട, LED ബൾബൊക്കെ വെച്ചിട്ടൊരു ആർച്ചാണ് നമ്മൾ ലിവിങ് ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. ഇതും ഒരു എൽ ഷേപ്പ് മോഡൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങാണ് സ്റ്റെയർ മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഭാഗത്താണ് ഡൈനിങ് ഹാള്. 6 പേർക്കൊക്കെ ഈസിയായിട്ട് ചാരിട്ടിരിക്കാവുന്ന സ്പേസ് ഇവിടെ ഡൈനിങ് ഹാളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടാണ് വാഷായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ LED ബൾബൊക്കെ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിന് ഫസ്റ്റത്തെ ബെഡ്റൂം തേക്ക് വുഡിലാണ് ഡോറുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ 4 ബെഡ്റൂമിലും വീതി കൂടിയ ഒരു ഫാമിലി കോട്ട് കട്ടിൽ ഇവിടെ തേക്ക് വുഡിലെല്ലാം നിർമ്മിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേസുള്ള ബെഡ്റൂം കേട്ടോ. കട്ടിൽ വെറുതെ ഇട്ടേക്കുക, ഇങ്ങനെ നല്ല ഇടുക, ശരിക്കും ക്രോസ് ആയിട്ട് ഇടണം. ഇത് നമ്മൾ നടുക്കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് മാറ്റാൻ പറ്റാത്തവരെ അങ്ങനെ തന്നെ എടുത്ത് വീഡിയോ ചെയ്യുന്നു തന്നെയേ ഉള്ളൂ. ഡ്രസ് യൂണിറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ ഡ്രസ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഫാനെല്ലാം എല്ലാ ബെഡ്റൂമിലും ഓൾറെഡി സെറ്റാണ്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. സെറ എന്ന കമ്പനിയുടെ മെറ്റീരിയലാണ് ഇവിടെ ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഫുൾ ലെങ്ത്ത്, അതായത് 10 അടിയിലും ഇവിടെ ടൈല് കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്ത് വരെ ടൈല് അപ്പോക്സിഡ് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലായിട്ട് വാഷ് ഭാഗം കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ആർച്ച് മോഡലാണ് വന്നാണ്. അവിടെ നിന്നാണ് നമ്മൾ 2ാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കുന്നത്. തേക്ക് വുഡിൽ തന്നെയാണ് ഇവിടെയും ഡോറ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഇതൊരു കട്ടിൽ
ഫാമിലി കോട്ട് കട്ടിലാണ് ഇവിടെയും സെറ്റ് ചെയ്തിരിക്കുന്നത്. തേക്കൂട്ടിൽ തന്നെ പണി ചോദിച്ചാൽ ഇവർക്ക് ഒരു മരക്കമ്പനിയുള്ള ഓണർക്ക് ഒരു മരക്കമ്പനി ഉണ്ട്. അപ്പോൾ അത് വുഡിനൊന്നും യാതൊരു ഇതില്ലാത്ത ആൾക്കാരാണ്. കാരണം അവരങ്ങനെ സെറ്റ് ചെയ്തിട്ട് എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട്. വാൾഡ്രോപ്സ് ഒരു ഡെസ്റ്റിനോടുകൂടി ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. അതുപോലെ എല്ലാ അറ്റാച്ച്ഡ് ബാത്റൂമിലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ സെറാന മെറ്റീരിയൽ തന്നെയാണ്. ഫുൾ ലെങ്ത്തും മറ്റേ വരെ ടൈലും വിരിച്ചിട്ടുണ്ട്. ഇതൊരു കിച്ചൺ വീതി കൂടിയ സ്പേസിലാണ് ഇവിടെ ഓപ്പൺ കിച്ചൺ മാറി ഇട്ടിട്ടുള്ളത്. ഡോറൊന്നുമില്ല, സെപ്പറേറ്റ് ടൈലാണ് ഇവിടെ ഫ്ലോർ ടൈലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അപ്പോക്സി ഒക്കെ ചെയ്ത് വരുന്നുള്ളൂ കേട്ടോ. വർക്ക് ഫിനിഷിങ് കുറച്ച് ഭാഗങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ധാരാളം കബോർഡ് വർക്ക് താഴെയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടേബിൾ ടോപ്പിൽ ഗ്രാനൈറ്റ് വീതി കൂടിയ ഗ്രാനൈറ്റും കൊടുത്തിരിക്കുന്നു. മുകൾ വശത്തായിട്ടും ധാരാളം കബോർഡ് വർക്ക് ഇവിടെ ഓൾറെഡി സെറ്റാണ്. കിഴക്കോട്ട് വർഷമായിട്ട് വേണമെങ്കിൽ ചിമ്മിനി വയ്ക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി കിഴക്കോട്ട് ദർശനമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ചിമ്മിനി വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. കിച്ചണിന് വർക്ക് ഏരിയയ്ക്ക് കിടക്കുന്നു. അതും തേക്കൂട്ടിൽ തന്നെയാണ് ഈ ഡോറും. സെയിം ടൈലാണ് ഇവിടെ ഫ്ലോറിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ കണ്ട ഇവിടെയും ഗ്രാനൈറ്റ് എല്ലാം വെച്ച് കബോർഡൊക്കെ വെച്ച് വാഷ് ഏരിയയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ധാരാളം കബോർഡ് വർക്ക് ഇവിടെയും വർക്ക് ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് സൈഡിൽ സേഫ്റ്റി ഗ്രില്ലും സേഫ്റ്റി ഡോറും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് കിടക്കുന്നതാണ്. പുറത്തേക്ക് കിടക്കുന്ന ഭാഗമൊക്കെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് കിടക്കുകയാണ്. ഇവിടേക്ക് വൃത്തിയാക്കി ബേബി മെറ്റലെല്ലാം വിരിച്ച് ഇനി ടൈല് വിരിക്കണമെങ്കിൽ നമുക്ക് 2 സൈഡ് ഫുള്ളായി വിരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തോട് മാത്രമാണ് ഇട്ടണം എന്തെങ്കിലും വെക്കാനൊക്കെ ആയിട്ട്. 4.25 സെൻറ്റ് സ്ഥലത്ത് 1850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 8 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത്. അതുപോലെ നടത്തറ ഭാഗത്തുനിന്ന് ഒരു 3.5, അതായത് ആ സിഗ്നൽ ഉണ്ടല്ലോ, നടത്തറ സിഗ്നലിൽ ഒരു 3.5 കിലോമീറ്റർ. ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് അതില്ല കേട്ടോ. ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് കൂടി വന്ന ഒരു 150 മീറ്ററൊക്കെ ഉള്ളൂ ബസ് സ്റ്റോപ്പിലേക്ക്. അത്ര അടുത്ത് തന്നെയാണ്. അതുപോലെ അമ്പലമായാലും പള്ളിയായാലും എല്ലാം ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാതും ഉണ്ട്, എല്ലാ ആരാധനാലയങ്ങളും. ഈ 1850 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഉടമ ഉദ്ദേശിക്കുന്ന വില വെറും 67 ലക്ഷം രൂപയാണ്. വില നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് എടുക്കാവുന്നുള്ളൂ കേട്ടോ. മുകളിലത്തെ ഹാളാണ് കേട്ടോ, ഒരു എൽ ഷേപ്പ് ഹാളാണ് മുകൾ വശത്തുള്ളത്. 3ാമത്തെ ബെഡ്റൂം. അതുപോലെ ഇവിടെയും കട്ടിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും റൂമിന് വലിപ്പമില്ലാണ്, പക്ഷേ വെറുതെ ഇട്ടിട്ടുള്ളതാണ്. അത് ഒറ്റയ്ക്കായാലും ഞാനത് പിടിച്ച് സൈസാക്കി ഇട്ടില്ല. അതാണ് അതിൻ്റെ ബെഡ്റൂമിൻ്റെ അളവ് തോന്നാത്ത. 14 എങ്ങനെ പോയാലും അളവുണ്ട് ബെഡ്റൂമിന്. മുകൾ വശത്തെ 3ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാം ഡ്രസ് യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വാൾഡ്രോപ്സ് ഒരു സൈഡിലായിട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡ്രസ്സിംഗ് യൂണിറ്റ്. അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 4 ബാത്റൂമും വെറൈറ്റി ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെപ്പറേറ്റ് ഹീറ്ററിനുള്ള പോയിൻ്റ് എല്ലാം എക്സോസ്റ്റൊക്കെ ഇവിടെ ഓൾറെഡി സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഭാഗം കേട്ടോ, അതായത് ഓപ്പൺ ബാൽക്കണിയാണിത്. മുകൾ വശത്ത് ഓപ്പൺ ബാൽക്കണി നല്ലൊരു ഡബിൾ ലെയറായിട്ടൊരു ഒതുക്കി നല്ലൊരു മോഡലാണ് ഇതിൻ്റെ എലിവേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം മുകളിൽ പറകുളെല്ലാം വെച്ച് ഗ്ലാസ്സാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തൊക്കെ 4 ഭാഗവും നല്ലോണം ധാരാളം വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെ പറയാം. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ താമസിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. $4,750, അതായത് 4.25 സെൻറ്റ് തികയില്ല. 1950 സ്ക്വയർ ഫീറ്റിൽ ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 67 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം കേട്ടോ. ഇവിടെയും കട്ടിലെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് നല്ല വലിയ ബെഡ്റൂമാണ്. ഒരു 14 ബെഡ്റൂമിൻ്റെ അളവ് വരുന്നത്. നമ്മൾ കട്ടിലിന് അടുക്ക തന്നെ കൊണ്ടിട്ട് കാരണം സൈസ് തോന്നിക്കുന്നില്ല എന്നുള്ളൂ. ഇവിടെയും ഇവിടെ ഒരു സൈഡിലായിട്ട് വാൾഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഡ്രസ് യൂണിറ്റോട് കൂടി തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്.
കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വാസ്തുവിധി പ്രകാരം തന്നെയാണ്. ഇത് പുറത്തേക്ക്, അതായത് ഒരു ഓപ്പൺ ടെറസാണ് കേട്ടോ. നല്ല വലിയൊരു ഓപ്പൺ ടെറസാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം, നല്ല വലുപ്പത്തിൽ തന്നെ ഒരു ഓപ്പൺ ടെറസ്. ഫുള്ള് ബാക്ക് സൈഡിലും ഫുള്ള് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. മെഷൊക്കെ അടിക്കണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. മെഷ് സൈഡിലൊന്നും മെഷ് അടിച്ചിട്ടില്ല. ഓപ്പൺ ടെറസ് ഫുള്ളായിട്ടും താഴെ കാർ പോർച്ചിലും മുകൾ വശത്തും ഇവിടെയും ചെയ്തിട്ടുണ്ട്. ധാരാളം വീടുള്ള ഒരു ഏരിയ തന്നെയാണിത്. എല്ലാം 2 വലിയ വീടുകളുള്ള ഒരു ഏരിയ. വാഷിംഗ് മെഷീനുള്ള പോയിൻ്റ് എല്ലാം ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മുകളിലേക്ക് കയറുന്ന ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് സ്റ്റെയർ വയ്ക്കുക. സ്റ്റെയർ നമുക്ക് ഓൾറെഡി വെച്ച് തരുന്നതായിരിക്കും നമ്മൾ സൗകര്യം പോലെ. വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ വീട് സന്ദർശിക്കാൻ വരികയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ നമുക്ക് പല റേറ്റിലുള്ള വീടുകൾ, 1 കോടി 2 കോടി രൂപ വില, അതുപോലെ 30 ലക്ഷം രൂപ മുതൽ ഞങ്ങളുടെ കയ്യിൽ വീടുകളുള്ളതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ഈ വീഡിയോ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.